ഹലോ ഗൈസ്, അസ്സലാം വലൈക്കും. അപ്പൊ നമ്മൾ ഇന്നുള്ളത് കാപ്പാട് ബീച്ചിലാണ്. ഡേ 5 റമളാൻ ഇഫ്താർ കൂടാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ആരൊക്കെ ഉള്ളത്? യെസ് ഗൈസ്, ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയോടാണ് വന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ ടൈം ഫോർ റിവീൽ മൈ സെൽഫ്. അതെ, ഹു ഐ ആം. ഞാനൊരു അൾട്രാ പ്രോ മടിച്ചിയാണ് ഗൈസ്. ആസ് യു ക്യാൻ സീ, റമളാൻ ഡേ 5ന്റെ നോമ്പുതോറ വ്ളോഗ് ഞാൻ എഡിറ്റ് ആക്കുന്നത് തന്നെ ഈ റമളാൻ രണ്ടാമത്തെ 10 ആവുമ്പോഴാണ്. പക്ഷെ എന്റെ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ കിട്ടിയത് കൊണ്ട് തന്നെ റമളാനെങ്കിലും പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ എനിക്കിത് പോസ്റ്റ് ചെയ്യാം. സോ വി പ്ലാൻ ടു കണ്ടക്ട് എ ഇഫ്താർ മീറ്റ് വിത്ത് അവർ ക്യൂട്ട് ആൻഡ് ലവ്ലി ഫാമിലി. ആൻഡ് നമ്മളെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് കാപ്പാട് തൂവപ്പാറയിലാണ്. ഡെക്കറേറ്റ് ചെയ്യാനുള്ള നല്ല വിന്റേജ് ആൻഡ് ആസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ കപ്പിൾ ഓഫ് ടീംസ് ഓരോ ബൈക്കിൽ വന്നതുകൊണ്ട് തന്നെ സാധനങ്ങൾ എത്തിക്കുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. എല്ലാരും ഇറങ്ങാൻ ലേറ്റ് ആയിരുന്നു. സോ ആസ് യൂഷ്വൽ ബാങ്ക് കൊടുക്കാൻ സമയമായി. ഇന്നെല്ലാം പെട്ടെന്ന് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് എന്റെ മിഷാൽ ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ കുത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് മരിബ് ബാങ്കിന്റെ വിളി വന്ന് ഇവിടെ ഞങ്ങളുടെ നോമ്പും ബ്രേക്ക് ചെയ്ത്. താൻ സ്പെഷ്യലായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാണ്. കടുക്ക നിറച്ചത്, സമൂസ, ഇറച്ചി കേക്ക്, കടുക്ക നുള്ളി പൊരിച്ചത്. ഫ്രൂട്ട്സിന്റെ കേസിലേക്ക് വരുമ്പോ യെല്ലോ വത്തക്ക, ഗ്രേപ്സ്, ഉറുമാമ്പഴം ആൻഡ് ആപ്പിൾ. മാഷാ അല്ലാ, ഈ പാറന്റെ മുകളിൽ കടലും കണ്ട് സൂര്യാസ്തമയം കണ്ട് കാറ്റും കൊണ്ട് നോമ്പുറക്കാൻ എന്ത് വൈബാന്നറിയോ. അതിന്റെ ഇടക്ക് കടുക്ക നിറച്ചതിൽ കടുക്ക കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരയാണ്. ഓൾറെഡി കടുക്ക മാത്രം നുള്ളി തിന്നതിന് ശേഷം കടുക്ക തരുന്ന കടുക്ക കിട്ടൂലല്ലോ. അങ്ങനെ അവസാനം ഒന്ന് കിട്ടി. ആൻഡ് മീറ്റ് മൈ ബോയ് ഫ്രണ്ട് മിഷാൽ ആൻഡ് മൂപ്പയുടെ ബ്രദറും ബ്രദറിന്റെ വുഡ്ബിയും, ഓൾസോ ഹിസ് മദർ ആൻഡ് മൈ മദർ ഇൻ ലോ, പിന്നെ ഞാനും എന്റെ ക്യൂട്ട് മമ്മിയും. സോ ഞങ്ങൾ ഈ ആറൊക്കെ സംഘാടി ഇന്നത്തെ ഇഫ്താർ കണ്ടക്ട് ചെയ്തത്. സോ ഗൈസ്, അങ്ങനെ മന്തിക്ക് വേണ്ടി ഞങ്ങളിപ്പോ സ്പോട്ട് മാറ്റി. നേരത്തെ ഞങ്ങൾ അവിടെ നിന്ന് നോമ്പ് പറഞ്ഞത് ആ പാറന്റെ അവിടെ നിന്ന്. ഇപ്പൊ ഞങ്ങൾ സ്പോട്ട് മാറ്റി ലക്ഷം റിച്ച് ആയിട്ടുള്ള ഇങ്ങോട്ടേക്ക് മാറി. നമ്മൾ സ്ഥിരം സ്പോട്ട് തന്നെയാണിത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ മന്തി കഴിക്കാൻ പോവാണ് ഗൈസ്. കൂടിയാണെന്ന് നമ്മൾ നോമ്പറപ്പിച്ചല്ലോ. കേക്കും പിന്നെ കേക്ക് മുറിക്കാൻ നമുക്ക് മസാല ഷവായ അടിക്കുക, ഒരു കേക്ക് മുറിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിലിട്ട് തന്നാ പോകും. ഓക്കെ, നേരെ വൈകി എങ്കിൽ കൂടെ ഞങ്ങൾ ഷഡപ്പിടെ കേക്ക് വാങ്ങാൻ വേണ്ടി പോയി. ദേശീയ ഷോപ്പ് ഓപ്പൺ അല്ലാത്തതിനെ കൊണ്ടാണ് ലേശം കൂടെ ദൂരം പോയേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ കാട്ടിലെ പിടെയുള്ള ഏതോ ഒരു ബേക്കറിയിൽ കയറി. ഇതാണ് വാങ്ങുന്ന വിചാരിച്ചെങ്കിൽ തെറ്റി, ഞങ്ങൾ ചെറുതാണ് വാങ്ങിച്ചത്. ബിക്കോസ് ഞങ്ങളുടെ ആരുടെ വയറിലും അത്രമാത്രം സ്പേസ് ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ അൽത്താഫിന് കൊണ്ട് കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ തന്നെ കേക്ക് മുറിച്ച്. സപ്പോസ് നിങ്ങളോട് ആരെങ്കിലും ഒക്കെ പറയാണ് ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്താൽ പോരെ, നാട്ടുകാരെ കാണിക്കാൻ ഓരോ പ്രസനം കാണിക്കേണ്ട ആവശ്യമുണ്ടോന്ന്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ നെഗറ്റീവ് പറയുന്നവരൊക്കെ ഇതൊന്നും ചെയ്യാത്തവരായിരിക്കും. ഇവര് വൺസ് ഇൻ എ ലൈഫ് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളോട് ഇങ്ങനൊന്നും പറഞ്ഞു വരൂല. അതുകൊണ്ടാണ് ഈ കണ്ണിക്കടിന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇനി നമുക്ക് മാറ്റി വെച്ച സ്പേസും കൂടെ നിറയ്ക്കാൻ വേണ്ടിട്ട് മന്തി കഴിക്കാം. പ്ലേറ്റ് എടുത്തേക്കുമ്പോ അവര് ഞാൻ നന്നായിട്ട് കളിയാക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് വിളമ്പാൻ തുടങ്ങി. പിന്നെ നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള മന്തി തന്നെയാണ് കേട്ടോ ഗൈസ്. അടിപൊളി മന്തിയാണ് ഗൈസ്. മസാല ഷവായ മന്തി ഒരു അക്ഷരം. ഓക്കെ, മാഷാ അല്ലാ, നമ്മളെ നോമ്പ് തുറ കഴിഞ്ഞ് അപ്പന്നത്തേക്ക് ഇത്രേ ഉള്ളൂ.